ഹലോ, അടുത്ത് നമ്മൾ കാണാൻ പോയത് മാംഗോഷി ടെമ്പിളാണ്. ഇതൊരു ശിവക്ഷേത്രമാണ് കേട്ടോ. സൗത്ത് ഗോവ കറങ്ങാൻ വരുന്ന ഒരുവിധം എല്ലാവരും ഇവിടെ കയറിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഞങ്ങൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടലുകൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഇവിടെ കുറേ ദൂരം ഇതുപോലെ വാക്കിംഗ് സ്ട്രീറ്റാണ്. വണ്ടികളൊന്നും കടത്തി വിടില്ല. അങ്ങനെ അവരുടേതായ കുറച്ച് വണ്ടികളല്ലാതെ ടൂറിസ്റ്റ് വാഹനങ്ങൾ അങ്ങനെ ഒന്നും കടത്തി വിടില്ല. ടാക്സികൾ ഒന്നും കടത്തി വിടില്ല. ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. ചുറ്റോറും കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. മഡ്ഗാവ് ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് വണ്ടി പിടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-25 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തേക്ക്. പിന്നെ പോണ്ട, നമ്മുടെ പോണ്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ അടുത്താണ് ഏകദേശം ഈ അമ്പലം വരുന്നത്. ഒരുവിധം എല്ലാ സാധനങ്ങളുടെയും കടകളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇങ്ങനെ മാല, വള, ഡ്രസ്സുകൾ, ക്യാപ്പുകൾ, പിന്നെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് സോഫ്റ്റ് ഡ്രിങ്കുകൾ, അങ്ങനെ പിന്നെ ഈ ക്യാഷ് നട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങളുടെ കടകൾ, ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളുടെയും കടകൾ ഇങ്ങനെ നിറയുണ്ടായിരുന്നു. അമ്പലം എത്തുന്നവരെ ഇങ്ങനെ തന്നെയാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ തന്നെ ഒരു കുളമൊക്കെ ഉണ്ട്. പിന്നെ പൂവും ഇതൊക്കെ ആയിട്ട് ആൾക്കാർ പൊതുവെ അത് ഇവിടെ എല്ലാ അമ്പലത്തിലും അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ചെന്ന നേരം അങ്ങനത്തെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ സ്റ്റെപ്പൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ടാപ്പ് ഉണ്ട്. നമുക്ക് കാലൊക്കെ കഴുകിയിട്ട് അമ്പലത്തിലേക്ക് കയറാം. ചൂടായതുകൊണ്ടാണോ എന്നറിയില്ല, ഇങ്ങനെ കുറേ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത്ര ചൂടായിരുന്നു. എന്നാൽ കയറി ചെല്ലണം തന്നെ ശ്രീകോവിലിൻ്റെ അവിടേക്കായിരുന്നു. അങ്ങനെ അധികം ഉള്ളിലേക്കൊന്നും പോകാനില്ല. കയറുന്ന തന്നെ നമ്മൾ നടക്കിൽ ചെല്ലും, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അവിടെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ അവിടെ മൊത്തം ഒന്നും ഇങ്ങനെ നടന്ന് കണ്ടു. നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഭയങ്കര പഴയ ടെമ്പിളാണ് കേട്ടോ. ഒത്തിരി പഴക്കമുള്ളതാണ്, പഴയതാണ്. കുറേ പ്രാവശ്യം റിനോവേഷനൊക്കെ നടന്നിട്ടാണ് ഉള്ളത്. ഇത് ഇവിടുത്തെ ബ്രാഹ്മിൻസിൻ്റെ കുലദേവതാണ് കേട്ടോ. അതായത് നമ്മളവിടെ പറയില്ല കുടുംബക്ഷേത്രമാണെന്ന്, അതേപോലെ ഇവിടുത്തെ കൊങ്ങൺ ബ്രാഹ്മിൻസിൻ്റെയും സരസ്വത് ബ്രാഹ്മിൻസിൻ്റെയൊക്കെ ഫാമിലി ടെമ്പിളാണത്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ നേരം ഇങ്ങനെ കാമായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, വളരെ പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം അങ്ങനെയാണ് ഉള്ളത്. ഇവിടെ ശിവരാത്രിയാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള ആഘോഷം. ശിവൻ്റെ അമ്പലമാണ്, അതുകൊണ്ട് ശിവരാത്രി തന്നെയാണ് മെയിനായിട്ടുള്ള ആഘോഷം. കാലത്ത് 6:30 മുതൽ 9:30 വരെയൊക്കെയാണ് ഇവിടെ അമ്പലത്തിൽ നമുക്ക് കാണാനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അമ്പലമൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ ശരി, ബൈ.